എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് തട്ടുകടയിലൊക്കെ കിട്ടുന്നത് പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വടയുടെ റെസിപ്പിയാണ്. തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പരിപ്പ് വടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ 1.5 കപ്പ് കടലപ്പരിപ്പ് ഒരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്ത വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇതുപോലെ കടലപ്പരിപ്പ് കുതിർക്കണം. കടലപ്പരിപ്പല്ല എടുക്കുന്നതെങ്കിൽ വടപ്പരിപ്പ് എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. കുതിർത്ത പരിപ്പിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കുതിർക്കാത്ത കടലപ്പരിപ്പാണ്. ഇതുപോലെയുള്ള ഒരു കപ്പിൽ 1.5 കപ്പ് അളവിലാണ് കടലപ്പരിപ്പ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ മിക്സിയുടെ ജാറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1-2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. ഏകദേശം 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് കടലപ്പരിപ്പിന് ചേർക്കേണ്ട കൂട്ടാണ് ഞാനിവിടെ പറയുന്നത്. കൂടുതലോ കുറവാണോ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചേരുവകളുടെ അളവും മാറ്റണം. ചേരുവകളെല്ലാം മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പകുതി കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. ഒന്നെങ്കിൽ ഇത് പൾസ് മോഡിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അരച്ച് കഴിഞ്ഞ് ഇതുപോലെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് പിടിച്ചു നോക്കണം. ഷേപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രാവശ്യം കൂടി ഒന്ന് കറക്കിയെടുക്കുക. ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. രണ്ടാമത്തെ സെറ്റും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്ത് ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവോളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ചില്ലി ഫ്ലേക്സ് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കുറച്ച് അരയ്ക്കാത്ത കടലപ്പരിപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കടലപ്പരിപ്പ് ഇതുപോലെ അരയ്ക്കാതെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പരിപ്പ് വടയ്ക്ക് കാണാനും ആ തട്ടുകടയിലെ അതേ പരിപ്പ് വടയുടെ ഭംഗി കിട്ടും. നമ്മുടെ തട്ടുകട പരിപ്പ് വടയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം കൂടുതലാണെന്നോ ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നോ തോന്നിയിട്ടുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. കടലമാവ് ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. കടലമാവ് ചേർക്കുന്നതാണ് നല്ലത്. ചേരുവകളെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് ഇതുപോലെ ബോൾ പോലെ ആക്കിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഈ കൈവെള്ളയ്ക്കകത്ത് വെച്ച് ഇതുപോലെയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പരിപ്പ് വട നല്ല കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടും. പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം പരിപ്പ് വട ഇട്ട് കൊടുക്കാൻ. അതിനു മുമ്പ് ഇതുപോലെ പരിപ്പ് വടയുടെ ഒരു കുറച്ച് കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി പരിപ്പ് വട ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 1-2 പ്രാവശ്യമായിട്ട് പരിപ്പ് വട തിരിച്ചിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കാൻ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകം നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് വടയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഇന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.